വെട്ടം മാണി പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന ബൃഹത് വിജ്ഞാനകോശത്തിന്റെ കർത്താവ് എന്ന നിലയിൽ പ്രശസ്തനായ പണ്ഡിതനാണ് അദ്ദേഹം. ഭാരതീയ പുരാണേതിഹാസങ്ങളിലെ പ്രധാന സംഭവങ്ങളും കഥാപാത്രങ്ങളും അകാരാതിക്രമത്തിൽ അവതരിപ്പിക്കുന്ന പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന തൻ്റെ ഏറ്റവും പ്രമുഖ കൃതിയുടെ 1-ാം പതിപ്പ് 1964 4 വാല്യങ്ങളിലായി പുത്തേഴത്ത് രാമൻ മേനോന്റെ അവതാരികയോടെ പുരാണ നിഘണ്ടു എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത്. 1964 പുരാണ നിഘണ്ടു എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന പേരിൽ 1971 പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഭാരതീയ പുരാണേതിഹാസങ്ങളിലെ കഥാപാത്രങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട കഥകൾ, അവരുടെ ഉൽപ്പത്തി പുരാണം തുടങ്ങി ഇതിൽ സമഗ്രമായ വിവരണങ്ങൾ നൽകിയിരിക്കുന്നു. ഗ്രന്ഥത്തിന്റെ ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി പരിഭാഷകളും പുറത്തിറക്കിയിട്ടുണ്ട്. ഭാരതീയ ഭാഷകളിൽ ആദ്യത്തേതായിരുന്നു ഇത്തരമൊരു പുരാണ നിഘണ്ടു. കോട്ടയത്തിനടുത്ത് കൊച്ചുമറ്റം എന്ന ഗ്രാമത്തിലെ ഒരു ഇടത്തരം കർഷക കുടുംബത്തിൽ 1921 ഓഗസ്റ്റ് 27 വെട്ടം മാണി ജനിച്ചു. പിതാവ് പുതുപ്പള്ളി വെട്ടം കുടുംബത്തിലെ ഉലഹന്നാൻ, മാതാവ് അന്നമ്മ. അധ്യാപകനായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. പിന്നീട് അംഗീകൃത സ്കൂളിലെ അധ്യാപക വൃത്തി ഉപേക്ഷിക്കുകയും ഹിന്ദി വിദ്യാലയം വികസിപ്പിച്ച് എല്ലാ പരീക്ഷകൾക്കും ട്യൂഷൻ കൊടുക്കുന്ന പ്രകാശ് ട്യൂട്ടോറിയൽ എന്ന ഒരു ട്യൂട്ടോറിയൽ കോളേജ് വളർത്തിയെടുക്കുകയും ചെയ്തു. പകൽ അധ്യാപനവും രാത്രി വിജ്ഞാനകോശത്തിന്റെ ജോലിയുമായി 13 വർഷങ്ങളോളം അധ്വാനിച്ചു. 1971 ഭാവന എന്ന പേരിൽ ഒരു ആഴ്ചപ്പതിപ്പ് തുടങ്ങിയെങ്കിലും 20 ലക്കങ്ങൾക്ക് ശേഷം അത് നിർത്തേണ്ടി വന്നു. ലഘുപുരാണ നിഘണ്ടു, ഇംഗ്ലീഷ് ഗുരുനാഥൻ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ മറ്റു പ്രധാന കൃതികൾ. 1987 മെയ് 29 65-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു.